ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മയുടെ നല്ല തേങ്ങാപ്പാലിൽ വറ്റിച്ച് വെച്ചിട്ടുള്ള അയല കറി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയല രാവിലെ തന്നെ മീൻകറി ചേട്ടനേന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കരിമ്പ് പോലത്തെ അയലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ തേങ്ങയൊക്കെ ചിരകി കൊടുത്തു. പിന്നെ മീൻകറിയുടെ പ്രിപ്പറേഷനൊക്കെ അമ്മയുടെ പരിപാടിയായിരുന്നു കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, പച്ചമണം മാറുന്ന വരെ. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ മീൻ തിളച്ച് വരുമ്പോഴാട്ടോ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. മീൻകറി വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ മീനൊക്കെ നല്ലപോലെ കായം തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോഴേക്ക് മീൻകറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് വറവിട്ട് കൊടുക്കൂട്ടോ. അപ്പോൾ വറവിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളർ വരും. അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ റെസ്റ്റ് ആയിരിക്കും. ഒരു പപ്പടം കാച്ചിലും മീൻ വറക്കുന്ന പരിപാടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അമ്മയായിട്ട് ചെയ്തത്. പിന്നെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മുതിര ഉപ്പേരി. അങ്ങനെ അമ്മമ്മയും ഇഷാനും ആദ്യം ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ എല്ലാ കറികളും ഉപ്പേരിയും കറിയും ഒക്കെ എടുത്തിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് ഊണ് കഴിച്ചു. അങ്ങനെ ഊണൊക്കെ കഴിച്ച ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് ഞാനും ഇഷാനും ശിവേട്ടനും കൂടിയിട്ട് നേരെ നമ്മുടെ കർമാറോട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ബോട്ടിങ്ങിനൊക്കെ പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.